പിന്നെ എടുത്തു പറയേണ്ടത് സ്റ്റൺസിൻ്റെ കോറിയോഗ്രഫി എല്ലാം നല്ല റോ പരിപാടിയാണ്. സോ ബ്ലഡ് ഷെഡിൻ്റെ കളിയാണ് അത്. പിന്നെ ഇങ്ങനെയുള്ള സാധനത്തിനകത്ത് ബ്ലഡ് ഷെഡും അതിൻ്റെ ആ റിയാലിറ്റി, ആ ഒരു റോനെസ് കൊണ്ടുവരാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കടിച്ചു പിടിച്ചിരിക്കേണ്ട ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന അവിടുത്തെ പൊളിറ്റിക്സ്, ഇന്റേണൽ പൊളിറ്റിക്സ്, സിവിൽ ഇഷ്യൂസ്, ഇതെല്ലാം സിനിമ ഡിസ്കസ് ചെയ്ത് പോണത്. പക്ഷെ അതിനിടയിൽ ഒരു ഇന്ത്യ ഒന്ന് ബ്ലീഡ് ചെയ്യാൻ കിട്ടുന്ന അവസരത്തിൽ അവരുടെ ഒരു യൂണിറ്റി കാണിക്കും. അതൊക്കെ പല തരത്തിക്ക് അടിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊല വിളിച്ച് നടക്കുന്ന ടീമുകളാണെങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് ഒളിച്ചും പാത്തമാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കയറി പണിയുമ്പോഴത്തേക്കും അവന്മാർ അവരുടെ ഒരു യൂണിറ്റി സിനിമയ്ക്കകത്ത് കാണിക്കും. ആ ഒരു യൂണിറ്റി, അവരുടെ ഒരു സെലിബ്രേഷനൊക്കെ കണ്ടുകൊണ്ട് ഒരു സ്പൈ ആയിട്ട് അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരുന്ന ഒരു പട്ടാളക്കാരൻ്റെ അവസ്ഥ അത് നല്ല ഗംഭീര, നല്ല പവർഫുള്ളായിട്ട് രൺവീർ സിംഗ് ആ ക്യാരക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വല്ലാത്തൊരു ഫീലാണത്. നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താലേ ഇത് മനസ്സിലാകത്തുള്ളൂ. സോ അങ്ങനെ എല്ലാ ആക്ടേഴ്സിൻ്റെയും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച്. ഇതിനപ്പുറത്തോട്ടൊരു സിനിമ ഇനി വരണമെന്നുണ്ടെങ്കിൽ, അത് മേക്കിംഗ് കൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് ഇതിനപ്പുറത്തോട്ടൊരു സാധനം, ഇതുപോലത്തെ ഒരു സാധനം പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തിന് പേരിടയ്ക്കിടയ്ക്ക് വിട്ടു. ആദിത്യധാർ, വൺ ആൻഡ് ഓൺലി ആദിത്യധാർ. സോ ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞു വെക്കുന്ന കോണ്ടന്റ് അത് നമ്മൾ ശരിക്കും ഇന്ത്യൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ട് ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടം പട്ടാളക്കാരുടെ ഒരു എഫേർട്ട്, അതിനു മുന്നിലൊരു ബോ. സോ സിനിമ എനിക്ക് 100% വർക്കായതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 എന്ന് റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.